ഒരു വചനം കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ കാര്യഗൗരവമായ കാര്യങ്ങൾ കുറച്ച് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. Blessed be the name of the Lord. I would like to give you a very important passages today and share it. നിങ്ങൾക്ക് ബൈബിളുകൾ ഉണ്ടെങ്കിൽ ബൈബിളുകൾ തുറക്കണം, നോട്ട്ബുക്കുകൾ ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക് മുന്നിൽ വെക്കണം, പേനയുണ്ടെങ്കിൽ പേന എടുത്ത് വെക്കണം. വളരെ ആഴമേറിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. If you have whatever stationaries you have to record these, please take it up and try to record these things. ഇന്ന് പകരത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരുവചനം തുറക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഇന്ന് പകരത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിക്കുന്നത്. 3:19 of Revelations, let us read. മതി, ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേട്ട്. Revelation chapter 3 verse 19. As many as I love, I rebuke and chasten. Be zealous, therefore, and repent. പ്രിയ പിതാവേ, ഈ വചനത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് പകലിൽ ഈ വചനം നിന്റെ ജനവുമായി കൈമാറാനുള്ള ദൈവത്തിൻ്റെ കൃപ അടിയൻ ചോദിക്കുകയാണ്. അടിയൻ്റെ അധരത്തിൽ അങ്ങയുടെ വചനം അവിടുന്ന് തരണമേ. ഈ ജനത്തോട് അവിടുന്ന് സംവദിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വാക്യം ഇങ്ങനെയാണ്: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നമുക്കറിയാം, ലവോദിക്കയിലുള്ള ദൈവസഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാടിൽ നിന്ന് ഒരു ദൂത് കൈമാറുകയാണ്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. Here is Apostle Paul trying to give, John trying to say to the church, as many as I love, I rebuke and chasten. Be zealous, therefore, and repent. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങൾക്കൊരു ടൈറ്റിൽ കൊടുക്കാമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം: ഗോഡ്സ് ഡിസിപ്ലിൻ എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. And if you want to give a title to this sermon, you can say it's God's discipline. ആ ചിന്തയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും 7 സഭകളെക്കുറിച്ചുമുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവെച്ച് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. And before I come to these verses, I would like to give an outline about this revelation. നമുക്കറിയാം, 7 സഭകൾക്കുള്ള 7 വ്യത്യസ്ത ദൂതുകളാണ് ഈ 2-3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. And 2 and 3 chapters of Revelation, we can see the Lord's message to the 7 churches. ഇതിന്റെ എഴുത്തുകാരൻ യോഹന്നാനാണ്. And we can see the writer is John. യോഹന്നാന്റെ 5 പുസ്തകങ്ങളാണ് നമുക്ക് തിരുവചനത്തിലുള്ളത്. And there are 5 books in the Bible from John. ഒന്ന് സുവിശേഷമാണ്, and one is the gospel, മറ്റേത് 3 ലേഖനങ്ങളാണ്, and 3 are the epistles, അഞ്ചാമത്തേത് പ്രവചനമാണ്, and we can say the final is the prophecy. ഇങ്ങനെ 3 എഴുത്തുകളിലൂടെ 3 വ്യത്യസ്ത കാര്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. And here is John trying to, in 3 different phases, that he is trying to convey God's message. സുവിശേഷത്തിൽ യേശു ഇന്നലെ ആര് എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. And John is declaring who Jesus was there in the gospel. 3 ലേഖനങ്ങളിലൂടെ യേശു ക്രിസ്തു ഇന്ന് ആര് എന്ന് വെളിപ്പെടുത്തുകയാണ്. 3 letters he declares that who the Jesus is today. പ്രവചനത്തിലൂടെ യേശു നാളെ ആര് എന്ന് വെളിപ്പെടുത്തുകയാണ്. And through the prophecy he says Jesus, who is he in the future. അപ്പം യോഹന്നാന്റെ നിങ്ങൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, and when we read the John, യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു റൈറ്റിംഗ് ആണ് യോഹന്നാന്റെ റൈറ്റിംഗ്. and John's writing is always into the center point of Jesus. ദൈവശാസ്ത്രപരമായി അതിന് കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് ക്രിസ്റ്റോളജിക്കൽ റൈറ്റിംഗ്സ് എന്നാണ് പറയുന്നത്. And with respect to the theology, it is called to be the Christological writings. അപ്പം യോഹന്നാൻ പ്രധാനമായും യേശുക്രിസ്തുവിന്റെ 3 ഏരിയകളാണ് ഫോക്കസ് ചെയ്തത്. And here is 3 different areas where John concentrated. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദൈവത്വം. And first is the God's the being God, Jesus being God. Divinity of God.
രണ്ടാമത്തേത് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം. And the other, the personality of God. മൂന്ന് യേശുക്രിസ്തുവിന്റെ നിത്യത്വം. And the eternity of Jesus. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് യോഹന്നാൻ തന്റെ റൈറ്റിംഗ്സിൽ And these രേഖപ്പെടുത്തിയിട്ടുള്ളത്. are the three different things that has been written by John. യോഹന്നാന്റെ ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ And when we read all these letters, ഏകദേശം 105ഓളം നാമങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് and ഉപയോഗിച്ചിട്ടുണ്ട്. there are 105 names about Jesus. അപ്പം ഈ 105 നാമങ്ങൾ എന്ന് പറയുമ്പോൾ 105 പേരല്ല, And it is not the 105 different names. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ നാമങ്ങളാണ്. And we can say the different portions of Jesus' names. അപ്പം എത്രത്തോളം നാമങ്ങൾ ഉപയോഗിക്കുമോ അത്രത്തോളം ആ വ്യക്തി റിവീൽ ആകുകയാണ്. And however the deeper the names and different names have been given, the deeper the explanation about that person is. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ But when you introduce somebody, ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അത് റിവീൽ ആകണമെന്നില്ല, ആ വ്യക്തിയെ കുറിച്ച് കൂടുതൽ ഐഡിയ നമുക്ക് ലഭിക്കണമെന്നില്ല. it doesn't require that that person's name or the personalities have been revealed with that simple. അതിനാണ് നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ ക്ലൂ തരാമോ എന്ന് ചോദിക്കും. And that's the reason we always ask, can you give me a little more അപ്പോൾ clue? ഈ യോഹന്നാൻ യേശുവിനെ കുറിച്ച് ഒത്തിരി ക്ലൂസ് തരികയാണ്. And here are different clues that John is given about Jesus. 105ഓളം നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And there are about 100 and different types of names that he is describing. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരും. Revelation chapter 1, when we read, അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ യോഹന്നാൻ നാമങ്ങൾ പറയുന്നുണ്ട്. and we can see from the 4th chapter on, 4th verses onwards, he is reading different names to it. ഇങ്ങനെയാണ് പറയുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവ്. And he is the one who was yesterday, who is to come, and who was and who is to come, is what it has been written. ബൈബിൾ ഉള്ളവരെല്ലാം നിങ്ങൾ ബൈബിൾ എടുക്കണം. And let us all look into the Bible, who all has. ഞാൻ റെവലേഷൻ പറയുമ്പോൾ നിങ്ങൾ സങ്കീർത്തനം മറിച്ചുകൊണ്ടിരിക്കരുത്. And when I say about Revelation, please don't read the Psalms. ഈ ചെറിയ ബൈബിൾ അല്ലേ, ഇതിന് എന്നാ വെയിറ്റ് ഉണ്ട്. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ അതിലൂടെ വന്നാലേ നിങ്ങൾക്ക് ഈ മെസ്സേജ് മനസ്സിലാകും. And if you come through my verses only, then you will be able to understand my കാരണം message. ഒരു മെസ്സേജ് എനിക്ക് ഇന്ന് കൈമാറാനുണ്ട്. I would like to give a message today. ഇതിന്റെ പിന്നിൽ ഞാൻ മണിക്കൂറുകൾ ചെലവഴിച്ചു. And there were so many hours that's been spent. അതുകൊണ്ട് ദയവായി നിങ്ങൾ വചനത്തെ തുറക്കണം. Let us open up the Bible. ഒന്നാമത്തെ നാമം അവിടെ യോഹന്നാൻ പറയുന്നു. This is what the first name that has been given to Jesus. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ. Who is, who was, and who is to come. അടുത്ത നാമം 5-ാമത്തെ വാക്യം. And the 5th verse is this. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. The faithful witness, the firstborn from dead, and the ruler of the kings of the earth. 6-ാമത്തെ വാക്യത്തിനകത്ത് അടുത്ത നാമം പറയുന്നുണ്ട്. And the 6th verse says something else. നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചവൻ, പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവൻ. To him who loves us and who frees us from the sins by his blood, and has made us to be a kingdom and the priest to serve his God the Father. 8-ാമത്തെ വാക്യത്തിനകത്ത് അടുത്തത് And പറയുന്നുണ്ട്. the 8th verses it says, ഞാൻ ആൽഫയും I am ഒമേഗയുമാകുന്നു, Alpha and Omega, ഇരിക്കുന്നവനും ഇരുന്നവനും who വരുന്നവനുമാകുന്നു. is and who was and who is to come. ആൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ What do you mean by Alpha and Omega? ഗ്രീക്ക് വേർഡിലെ 2 ആൽഫബറ്റ്സ് ആണ്. And they are the 2 alphabets of Greek word. ഗ്രീക്ക് വേർഡിലെ ആൽഫബറ്റ്സ് ആണ് ആൽഫ, ബീറ്റ, ഗാമ, എപ്സിലോൺ, അങ്ങനെ പോകുന്ന ആൽഫബറ്റിന്റെ ആദ്യത്തെ ആൽഫബറ്റ് ആൽഫ, അവസാനത്തെ ആൽഫബറ്റ് ആണ് എന്താ പറയാ ഒമേഗ. And we can see the first is Alpha, for in the Greek alphabetical order it is Alpha and it ends with Gamma. എന്താണ് അത് അർത്ഥമാക്കുന്നത്? What does it mean by that? അവൻ ആദ്യനുമാണ്, അവൻ അന്ത്യനുമാണ്. He is the beginning and he is the end. അവൻ ആരംഭവുമാണ്, അവൻ അവസാനവുമാണ്. Oh, he is the beginning and he is the end. നോക്കിക്കേ, അപ്പം അത് കഴിഞ്ഞുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. And let us all look into the verses after that. 8-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. He says that I am the Alpha and Omega, the Lord who is and was and who is to come, the Almighty. അണ്ടർലൈൻ ചെയ്യാൻ കഴിയുന്നവർ അണ്ടർലൈൻ ചെയ്യണം. If you want to underline, you underline it. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, The Almighty God, our Lord. നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തെ ഇത്രമാത്രം പോർട്രേറ്റ് ചെയ്യുന്ന ഒരു വാക്യം. And this is one of the biggest beautiful verse that portrays the divinity of our God. യേശുക്രിസ്തു ഒരു സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. There are many people who says Jesus is a socialist. ഒരു റിഫോമർ ആണെന്ന് പറയാൻ പലർക്കും Some മടിയില്ല. says that he was a reformer. ഗുരുവാന്ന് പറയാൻ മടിയില്ല. And they are not able to be ashamed to say he is a teacher. ഇസ്ലാമിനെ സംബന്ധിച്ച് യേശുക്രിസ്തു ഒരു നബി അല്ലെങ്കിൽ ഒരു പ്രവാചകനാണെന്ന് പറയാൻ അവർക്ക് മടിയില്ല. And they don't have any shame to say that he is a nabi or
or a prophet. എന്നാൽ അവർക്ക് മടിയുള്ള ഒരു കാര്യമെന്ന് But പറയും, there is one thing they are shameful to say. യേശുക്രിസ്തു ദൈവമാണെന്ന് അവർക്ക് പറയാൻ They can never say that Jesus is God. വചനം പറയുന്നത്, And here is the word says, യേശുക്രിസ്തു സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. oh my Lord Jesus is the almighty, all-powerful God. ഇന്ന് പകലിലും നമ്മൾ ആരാധിക്കുന്നത് ദൈവമായ കർത്താവിനെയാണ്. We today worship a God who is almighty, our Jesus Christ. ഇന്ന് പകലിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. You have to remember one thing in your mind. പിതാവായ ദൈവത്തോടും And the God the Father പുത്രനായ പരിശുദ്ധാത്മാവാം ദൈവത്തോടും and the Holy Spirit the God, സമനാണ് നമ്മുടെ പുത്രനായ കർത്താവ്. and it is same equal is our Jesus the Son. ഒന്നുകൂടെ ഞാൻ പറയാം. Let me tell you, പിതാവായ the ദൈവത്തോടും God Father പരിശുദ്ധാത്മാവാം and the ദൈവത്തോടും Holy Spirit the God, സമനാണ് നമ്മുടെ പുത്രനായ കർത്താവ്. the Son Jesus is equal to them. രണ്ട് വേർഡാണ് ഒന്നിന് There ഉപയോഗിക്കുന്നത്. are two words being അവൻ told. കോ ഈക്വൽ ആണ്, അവൻ കോ എറ്റേണൽ ആണ്. They are co-equal and co-eternal. നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് അനേക ചിന്തകൾ വിശുദ്ധ വചനത്തിലുണ്ട്. There are many thoughts in the word about God's divinity. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ അനേക വാക്യങ്ങൾ വിശുദ്ധ വചനത്തിലുണ്ട്. There are many verses in the Bible which says that Jesus Christ is God. അതിനകത്ത് ഞാൻ നിന്നാൽ എന്റെ മെസ്സേജിലേക്ക് എനിക്ക് കയറാൻ കഴിയില്ല. And if I start to prove it, I will not have time to. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. But let me tell you one thing. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ In പറയുന്നുണ്ട്, Philippians, it is what Paul says. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ Oh, the one who didn't even afford to have an equality with അവൻ God. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. He became the servant and became like a human being with us. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, And this is what it says. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. He didn't even catch hold of the equality with the അപ്പം God. സമത്വമാണ് വിഷയം. And that's where the equality is the question. അവൻ അവനെ തന്നെ സമർപ്പിക്കുകയാണ്. And he went completely surrendered. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം, There is another verse. യോഹന്നാന്റെ സുവിശേഷം 5:18 John chapter 5 verses 18. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, This is what we read. തന്നെത്താൻ അവൻ ദൈവത്തോട് സമനാക്കി. And he was made equal to God. തന്നെത്താൻ അവൻ ദൈവത്തോട് സമനാക്കി. Made himself equal to God. അപ്പം നോക്കുക, നമ്മുടെ കർത്താവ് ആരാണ്? And therefore our God is who is our അവൻ God? പിതാവിനോട് സമനാണ്. He is equal to God the പിതാവ് Father. ദൈവമാണ്, God the Father. പരിശുദ്ധാത്മാവ് ദൈവമാണ്, Holy Spirit is the God. പുത്രനായ കർത്താവ് And ദൈവമാണ്. Son Jesus is a God. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു വരുന്നെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ മറക്കരുത്. And if somebody comes and asks you, these are the two verses that you can clearly say യേശുക്രിസ്തു it. ദൈവമാണോ എന്ന് ചോദിച്ചു വന്നാൽ ഇത് പറഞ്ഞോണം. And if somebody asks you if Jesus is God, these are the two verses you can പിതാവായ call. ദൈവത്തോട് സമനാക്കിയവൻ. Oh, the one who was equal to the God the Father. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. And this is the same thing that's been എന്ന told. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. Here is the Lord, the God Almighty. അവിടെ നിന്ന് 2-3 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ Let's come to the 2 and 3 chapters of those. 7 സഭകൾക്ക് ദൂതെഴുതുകയാണ്. And he's writing to all the 7 churches. നമ്മൾ വായിച്ച വാക്യം ലവോദിക്യ സഭയ്ക്ക് കൊടുത്ത ദൂതാണ്. And we can see the church to the Laodicea is what we have been reading. അപ്പം ഈ ഓരോ സഭകളുടെ സ്വഭാവം അനുസരിച്ചാണ് ദൂതുകൾ കൊടുത്തത്. And he is giving the message based on their own characters. ഹല്ലേലൂയ. ഏതൊക്കെയാണ് 7 സഭകൾ? And what are those 7 churches? എഫെസസ്, And it's Ephesus, സ്മുർന, it's Smyrna, പെർഗമോസ്, it's Pergamum, തുയഥൈര, and Thyatira, സർദീസ്, and we get Sardis, ഫിലദൽഫിയ, and Philadelphia, ലവോദിക്യ. and Laodicea. ഏതൊക്കെയാ സഭകൾ? How many? What are the 7? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. Let me all repeat. എഫെസസ്, Ephesus, സ്മുർന, Smyrna, പെർഗമോസ്, Pergamum, തുയഥൈര, Thyatira, സർദീസ്, Sardis, ഫിലദൽഫിയ, Philadelphia, ലവോദിക്യ. and Laodicea. 7 സഭകൾക്ക് ദൂത് And കൈമാറുകയാണ്. all the 7 he has been transferring the message. അപ്പം ഈ 7 സഭകൾക്കും 7 സ്വഭാവങ്ങളാണ്. And there are this all 7 churches have 7 characteristics. 7 സഭകളുടെ സ്വഭാവം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. I'm going to tell you the characters of all these 7 churches. ഈ 7 സ്വഭാവങ്ങളും And all the 7 churches. ഇപ്പോഴുള്ള കാലഘട്ടവുമായി താരതമ്യം ചെയ്യണം. And we can compare with the current age. അപ്പൊ പെന്തക്കോസ്ത് കാലം മുതൽ And from the time from the Pentecostal നടക്കുവാൻ പോകുന്ന സഭയുടെ ഉൽപ്രാപണം വരെയുള്ള till when the church has been taken on, സഭകളുടെ ഒരു പൊതു സ്വഭാവവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. these characters are in relations to the churches of this age. ഒന്നാമത്തെ സഭയാണ് എഫെസസ്. And first is Ephesus. എഫെസസിന്റെ സഭയുടെ പ്രത്യേകത The എന്താണ്? special characteristics of Ephesus. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെയാ 2 വായിക്കുന്നത്, verses 4 it says, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് I പറവാനുണ്ട്. have something against you that you have forsaken the first love.
അപ്പം അതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. And this is what we can give. എഫെസസ് ചർച്ച് എന്ന് പറയുന്നത് ലവ്ലെസ് ചർച്ചാണ്, സ്നേഹമില്ലാത്ത സഭ. And the Ephesus church is the church that doesn't have love. ഇതാണ് ആ പൊതു സ്വഭാവം. That's the normal characteristic. ഈ സ്വഭാവത്തിൽ നമ്മുടെ ഈ സഭ അകപ്പെട്ടു പോയ ഒരു കാലഘട്ടമുണ്ട്. And there was a time when the churches were in that particular state. പെന്തക്കോസ്ത് കാലം മുതൽ AD 100 വരെയുള്ള കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. And that was when the church started till the AD 100. That was the age. ദൈവസഭയിലെ സ്നേഹം കുറഞ്ഞു പോയി. And the love in the church decreased. സഭയിൽ സ്നേഹമില്ലാതായി പോയി. And we can say in church the love decreased. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് പെന്തക്കോസ്ത് കാലം മുതൽ AD 100 വരെയുള്ള കാലഘട്ടം. And from the Pentecostal till the AD 100, that was the time period. രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് സ്മുർന്നയാണ്. And we can see the second church is Smyrna. സ്മുർന്നയുടെ പ്രത്യേകത എന്താണ്? And what is the speciality about Smyrna? The persecuted church എന്നാണ് പറയുന്നത്. And it says that this is a persecuted church. ഉലക ചരിത്രത്തിൽ And from the time of the world, ഇത്രമാത്രം ദൈവസഭ ഉപദ്രവമേൽക്കേണ്ടി വന്ന ഒരു കാലഘട്ടം വേറെയില്ല. there was no other time period where the church went through the greatest persecution. ആ കാലഘട്ടം ഞാനൊന്ന് നിങ്ങളുടെ മുൻപിൽ പറയാം. Let me tell you about that time period. AD 313 മുതൽ AD 100 മുതൽ from AD 100 AD 313 വരെയുള്ള കാലഘട്ടമാണ്. 313. ഈ കാലഘട്ടത്തിൽ From this time period, ദൈവ അസാധാരണമായ പെർസിക്യൂഷനിലൂടെ കടന്നുപോയി. and the church went to the tremendous persecution. ഏകദേശം 38 റോമൻ ചക്രവർത്തിമാർ ഈ കാലയളവിൽ ഭരിച്ചു. And there were 38 emperors were there who ruled during this time period. അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടെർട്ടൂലിയൻ ഇങ്ങനെയാണ് എഴുതിയത്. And this is the Tertullian who wrote about this particular period. The blood of the martyrs is the seed of the church. രക്തത്തിൽ നിന്നാണ് സഭയുടെ വിത്ത് എന്ന് പറയുന്നത്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. And we can see the seed of the church is the testimony of the martyrs' blood. ഇന്ന് പലരും ദൈവസഭകളിലേക്ക് വരുന്നത്, oh, today the people come to the church. നിങ്ങൾ വന്നാൽ ദൈവം അനുഗ്രഹിക്കും. And God will come, you will come and God will bless ദൈവം you. നിങ്ങളെ ഉയർത്തും. And God will raise you up. ഒന്നിന് പകരം 2 കാർ തരും. Maybe for one day God will give you 2 cars. ഇങ്ങനെയൊക്കെ കൊതിച്ചാണ് പലരും ദൈവകൃപയിലേക്ക് വരുന്നത്. This is how the mindset is when they come to the church. വേറെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ അവലംബിക്കുകയാണ് ഇപ്പോൾ. And there is a different kinds of marketing strategy people have been using. എന്നാൽ ആ പെർസിക്യൂട്ടഡ് ചർച്ചിന്റെ കാലഘട്ടം നിങ്ങൾ നോക്കുമ്പോൾ, If you can look into the time period of the persecuted church, ഒരാൾ കർത്താവിലേക്ക് വരണമെങ്കിൽ, if somebody has to come to the church, രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടിയാണ് അവർ വരുന്നത്. they have to stamp on the blood of the martyrs. അവർ യേശുവിനെ കണ്ടാണ് ഇറങ്ങിയത്. They have seen the love of Jesus. അതുകൊണ്ടാണ് the persecuted church എന്ന് That's പറയുന്നത്. the reason it's been called as the persecuted church. മൂന്നാമത്തെ ചർച്ച്, Let us go to the third ആ church. ചർച്ചിന്റെ പേരാണ് പെർഗമസ്. And we can see it's Pergamum in the church. ആ ചർച്ചിന്റെ പ്രത്യേകത പൊതു സ്വഭാവം. And what is this commonality about this? അത് കോംപ്രമൈസിംഗ് ചർച്ച് ആയിരുന്നു. It was a compromising church. ഹല്ലേലൂയ. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, And that time period ആ is, സ്വഭാവമുള്ള നമ്മുടെ സഭാ കാലഘട്ടം എന്ന് പറയുന്നത്, and the time period for the churches that went to this, AD 313 മുതൽ AD 538 വരെയുള്ള കാലഘട്ടം. from the AD 313 to 538. ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് the compromising church. And this time period is called the compromising period. നമുക്കറിയാം AD 313 അവസാന കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി വരുന്നത്. And we can see it was to the end of the 313 AD that we see Constantine emperor is coming in. അങ്ങനെ കോൺസ്റ്റന്റൈൻ വന്നു, അവൻ മതപരിവർത്തനം ചെയ്യാൻ തുടങ്ങി. And Constantine came in and he started converting people. മനപരിവർത്തനം ഇല്ലാതെ മതപരിവർത്തനം നടത്തി. And it was not he didn't convert the heart, but they were converting the people. ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവൻ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. He started converting people to Christianity. ക്രിസ്ത്യാനിറ്റിയെ അവന്റെ ഒരു റിലീജിയനായി അവൻ പ്രഖ്യാപിച്ചു. And he just declared Christianity has his own religion. അങ്ങനെ ക്രിസ്ത്യാനിറ്റി കോൺസ്റ്റന്റൈന്റെ റിലീജിയനായി മാറി. And we can see Constantine's religion became Christianity. അങ്ങനെ അവൻ പറയുന്നതാണ് അവിടെ നിയമം. And whatever he says became അവൻ the law. പറയുന്നതാണ് അവിടെ ഉപദേശം. And whatever he says will become the gospel for അങ്ങനെ people. ഒരു കോംപ്രമൈസിംഗ് പീരീഡിലേക്ക് സഭ പോയി. And that was the compromising period the church went through. 538 വരെയുള്ള കാലഘട്ടമായിരുന്നത്. As 538 time period is what it went through. നാലാമത്തെ സഭ തുയഥൈരയാണ്. And because Thyatira is the fourth church. തുയഥൈര എന്ന് പറയുന്നത് കറപ്റ്റ് ചർച്ച് എന്നാണ് പറയുന്നത്. And this church is called the corrupt church. അതിന്റെ കാലഘട്ടം AD 538 മുതൽ AD 1516 വരെയുള്ള കാലഘട്ടമാണ്. It's a 538 to 1016 AD is this time period. ഒരു നീണ്ട കാലഘട്ടം. That's a long period. അപ്പോൾ തുയഥൈര സഭയുടെ സ്വഭാവമുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. Thyatira was going through a difficult time.
time this time. അപ്പൊ മൂന്നാമത്തെ കാലഘട്ടം ഞാൻ പറഞ്ഞു കോംപ്രമൈസിംഗ് ചർച്ച്. And we can say third one was a compromise. നാലാമത്തെ സഭ the corrupt church. And the fourth became a corrupt church. ഈ സമയത്ത് And this time, ബൈബിളീകമല്ലാത്ത പലതും ദൈവസഭയ്ക്കകത്തേക്ക് കയറി. and this was the time something that came in what was not there in the gospel of the Bible. ഈ സമയത്താണ് മാർപ്പാപ്പ ക്രിസ്ത്യാനിറ്റിയുടെ ലീഡറായി ഉദയം ചെയ്യുന്നത്. And this is where the rising of the Pope comes in during to the Christianity. ഈ സമയത്ത് ബൈബിളീകമല്ലാത്ത പല ആചാരങ്ങളും ദൈവസഭയ്ക്കകത്തേക്ക് വന്നു. Many rituals and rites were performed that came into the church during this period of time. ഈ സമയത്താണ് ശിശുസ്നാനം വരുന്നത്. This is where the child baptism came in. ഈ സമയത്താണ് ദൂതന്മാരെയും വിശുദ്ധന്മാരെയും ആരാധിക്കുന്നത് കടന്നു People വന്നത്. started worshiping the angels and the people. ഈ സമയത്താണ് മരിച്ചവരോടുള്ള പ്രാർത്ഥന വന്നത്. This is where the introduction to the prayer to the dead was ഈ introduced. സമയത്താണ് മെരിയോളജി, വിശുദ്ധ മാതാവ്, ദൈവ മാതാവ് എന്ന കോൺസെപ്റ്റ് ദൈവസഭയിലേക്ക് വന്നത്. Mariology or praying to the Mary or becoming holy of Mary is what the concept came this ഈ period. സമയത്താണ് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിലേക്ക് വിടാൻ പറ്റുന്ന ഒരു പരിപാടി വന്നത്. And here is a new technology came in that you can pray and send people to the heaven. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ഛന്മാർ വന്ന് പുകച്ചങ്ങ് കയറ്റുകയാണ്. And we can see that the other people from the different church leaders, they just come and just put the sense and put people into the എത്ര singing. കൊടിയ പാപിയാണെങ്കിലും However the greater the sin is, അച്ഛൻ വന്ന് പുകച്ചാൽ and once the father of the church comes and does the ritual, അവനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റുകയാണ്. and he can directly go to the ഈ heaven. കാലഘട്ടത്തിൽ വന്ന സംഭവമാണ്. And this is the time period that it came through. മറ്റൊരു കാര്യമാണ് ബൈയിങ് ഫോർഗീവ്നെസ്. ഈ കാലഘട്ടത്തിന്റെ This is the time the buying of forgiveness came in through. നീ എത്ര പാപം ചെയ്തു വന്നാൽ, However you are sin, നീ 10 രൂപ ചർച്ചിന് കൊടുത്താൽ, and if you give $10 to you, church, നിന്റെ പാപം ക്ഷമിച്ചു കിട്ടും. and your the sin will be forgiven. ഇങ്ങനെയുള്ള ബൈബിളീകമല്ലാത്ത വചനത്തിന് വിരുദ്ധമായ അബദ്ധ ഉപദേശങ്ങൾ മൊത്തവും വന്ന കാലഘട്ടമാണ് the corrupt churchന്റെ കാലഘട്ടം. All the laws and different kinds of rituals that is against the word of God came during this period of time. അഞ്ചാമത്തെ സഭയാണ് സർദീസ്. And we get the fifth is Sardis. ആ സഭയുടെ സ്വഭാവമുള്ള കാലഘട്ടം Let us all look into the characteristics of Sardis. 1516 മുതൽ 1700 വരെയുള്ള കാലഘട്ടം. From the 1516 to 1700. ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് the dead church എന്നാണ്. And this is called the dead church period. ദൈവികമായ ഉപദേശത്തിന് വിരുദ്ധമായി സഭ പോയപ്പോൾ, And when the church went against the law of God, ആത്മീയമായി സഭ മരിച്ചുപോയി. and in spirituality the church died. ഈ കാലഘട്ടത്തിലാണ് മാർട്ടിൻ ലൂതർ എന്ന റിഫോമർ And എഴുന്നേൽക്കുന്നത്. this is the time the Martin Luther stood up. മാർട്ടിൻ ലൂതർ അവിടെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, And when Martin Luther came up and told, 3 വാക്കുകളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. there are 3 verses that he called out. റോമൻ കാത്തലിക്കിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, And he stood inside the Roman Catholic and he called it out. സോളാ ക്രിസ്റ്റോസ്, And he says, Sola Christus. ക്രിസ്തു മാത്രം, And there is only Christ. സഹരക്ഷകയില്ല, There is no one who can save other than Jesus. സഹരക്ഷകരില്ല, There is no other one who can be saved, a co-saver. ക്രിസ്തു മാത്രം, There is only Jesus. സോളാ ഗ്രേഷ്യ, Oh, say Sola Gratia. കൃപ മാത്രം, There is only grace. സോളാ ഫിഡേ, And Sola Fide. വിശ്വാസം മാത്രം. There is only faith. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു ഇഷ്ടമുള്ള വാക്യമായിരുന്നു, And the great, the beautiful verses that he really loved. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My righteous shall live by faith. അതിനു മുമ്പ് വരെ സഭ പഠിപ്പിച്ചത്, Until that time the church were taught, നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ by പ്രസാദിപ്പിക്കാം. your works you can please God. എന്നാൽ ഇവിടെ വന്നൊരുവൻ വിളിച്ചു And പറയുകയാണ്, here he comes and calls it out. അങ്ങനല്ല, It is not like that. It is not like that. സഹരക്ഷകരില്ല, There is no co-saver. സഹരക്ഷകരില്ല, There is no co-saver. വിശുദ്ധ മാതാവില്ല, There is no holy man. ഒറ്റ ഒരുവനേയുള്ളൂ, There is only one God. നിനക്ക് വേണ്ടി മരിച്ചവൻ ഒരുവനേയുള്ളൂ, There is only one who has എന്റെ died. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My righteous shall live by faith. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, And that's the reason the Paul said, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. by grace it's all only that you have been saved. പ്രവൃത്തി കൊണ്ടെന്നല്ല പൗലോസ് പറയുന്നത്, And Paul says it's not by work. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം It രക്ഷിക്കപ്പെട്ടു. is not, is it not that by the faith that you have been believed? നിങ്ങൾ കാരണമല്ല, It is not because of you. അത് ദൈവത്തിന്റെ ദാനമത്രേ. It was a grace and എന്റെ blessing. പ്രിയരെ, ഇന്ന് പകലിലും ഇവിടെ ഇരിക്കുന്നത് And today you are standing. നമ്മുടെ എന്തെങ്കിലും കാര്യം കൊണ്ടല്ല കേട്ടോ, It is not just because of our words. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. It's not our ഈ greatness. ദൈവത്തെ അറിയാൻ ഇടയായത് It's because the God we came to serve. അത് ദൈവത്തിന്റെ കൃപ. Oh, it is the grace of God. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് Hallelujah. Thank you, Jesus. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. That was the time period.
അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് ഫിലദൽഫിയ സഭയുടെ സ്വഭാവമുള്ള കാലയാണ്. And let us look into the characteristics of the Philadelphia. അത് 1750 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. 1750 to 1900. ഈ കാലയളവിലാണ് This is the time period. അനേക അഭിഷക്തന്മാർ പുറത്തു വന്നത്. And there are many saints just came in through. ജോൺ വെസ്ലി, It was John Wesley, C.S. Spurgeon, C.S. Merchant, ചാൾസ് ഫിന്നി, Charles Finney, D.L. മൂഡി, D.N. Moody. ഇങ്ങനെയുള്ള അഭിഷക്തന്മാരുടെ ഉദയം ആ കാലഘട്ടത്തിലാണ്. And this is the time period the great servants of God came in. ഇന്ന് പകലിൽ ഞാനൊരു ആ കാലഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേര്, ആ സഭയ്ക്ക് കൊടുത്ത പേരെന്ന് പറയുന്നത് And in that time period, that name given to that time period is ഫെയ്ത്ത്ഫുൾ ചർച്ച് എന്നാണ് പറയുന്നത്. Faithful അപ്പം Church. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. And that was the time period of that church. അന്ന് ഞാൻ പറയാം, ഈ സ്വഭാവമുള്ള കാലഘട്ടത്തിലാണ് അഭിഷക്തന്മാർ പുറത്തു വന്നത്. This is the time period where the great servants of God came out. ഒരു കാര്യം ഞാൻ പറയട്ടെ, Let me tell you, റിയൽ ആയിട്ട് ഒരു റിവൈവൽ എവിടെയെങ്കിലും നടക്കണമെങ്കിൽ if a revival has to start anywhere, അവിടെ ഒരു ഫെയ്ത്ത്ഫുൾ സഭ ഉണ്ടാകണം. there should be a faithful church. ഫെയ്ത്ത്ഫുൾ സഭയിലൂടെ മാത്രമേ റിവൈവൽ പൊട്ടിപ്പുറപ്പെടത്തുള്ളൂ. With the faithful church only the revival will happen. അവിടുത്തെ സിസ്റ്റം കൊണ്ട് ഒരു കാര്യവും ഇല്ല. It's not because of their system അവിടെ that's വരുന്ന happening. ആള് എണ്ണം കൊണ്ട് ഒരു കാര്യവും It's not because of the numbers of the church. 10 പേരാണെങ്കിലും If it is 10 people, വിശ്വസ്തയോടെ ദൈവത്തെ if you are ആരാധിക്കുന്നവരാണെങ്കിൽ faithful and worshiping and ആ Lord, സഭയെ ദൈവം that ഉപയോഗിച്ചിരിക്കും. church God will bless. ആ സഭ ആ ദേശത്തിനൊരു വിളക്കായിരിക്കും. Oh, that church will be a lamp to the bowl. ഇന്ന് പകലിലും എന്റെ ആഗ്രഹം അതാണ്. That's what my desire is. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. Our desire. എക്സോഡസ് ചർച്ച് അതൊരു ഫെയ്ത്ത്ഫുൾ ചർച്ചായി മാറട്ടെ. Our church should be a faithful church. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന സഭയായി മാറട്ടെ. This church should be a faithful church. ഒരു പ്രഹസനമായി മാറാതെ Not because we have to showcase. വിശ്വസ്തയോടെ നിൽക്കുന്ന കുറച്ചു പേര്. Oh, we want somebody who is standing faithful. എന്നിട്ട് ലവോദിക്കയിലേക്ക് വരികയാണ്. Let us come to the Laodicea. നമ്മുടെ ചിന്ത അവിടെയാണ് നിൽക്കുന്നത്. It's Laodicea. Let's go to that. ലവോദിക്ക സഭയ്ക്ക് കൊടുത്ത പേര് And the name given to the Laodicea, ലൂക്ക്വാം ചർച്ച്. it's called the lukewarm church. ലൂക്ക്വാം It's ചർച്ച്. called the lukewarm church. എന്താണ് ആ സ്വഭാവം എന്ന് പറയുന്നത്? What is why it has been given that ഞാൻ name? അതിലേക്ക് കയറുന്നതിന് മുന്നേ Before I get into that, ലവോദിക്കയെ കുറിച്ച് നിങ്ങളോട് പറയാം. we can talk about the Laodicea. ലവോദിക്ക എന്ന് പറയുന്നത് ലൈക്കസ് താഴ്വരയിലുള്ള ഒരു സ്ഥലമാണ്. ലൈക്കസ് താഴ്വരയിലുള്ള ഒരു സ്ഥലമാണ് ലവോദിക്ക. It is the valley of Lycus. That's where this church is situated. സമ്പന്നമായ ഒരു നഗരം. And it is a great and wealthy valley. ഒത്തിരി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു നഗരം. That the place is where they worship many gods. അപ്പം ഇങ്ങനെയുള്ള ഒരു നഗരത്തിലുള്ള ഒരു ദൈവസഭ. And this is the church in that particular valley. ആ സഭയിലുള്ളവർക്ക് വേണ്ടി യോഹന്നാൻ എഴുതുമ്പോൾ അതിന്റെ ആദ്യം ലവോദിക്കയിലെ ആദ്യ ഭാഗം കാണുന്നത് 3-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. 3 verses 14 we read like this. ഇങ്ങനെയാണ് എഴുതിയത്. This is what we read. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. And this is to the angel of the church of Laodicea. ആ ദൂതൻ എന്ന് പറയുമ്പോൾ And when the angel has been നിങ്ങൾ called, ഒരിക്കലും ചിന്തിക്കരുത് മീഖായേൽ ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതനാണെന്ന്. Michael or Gabriel is not the angel that has been described here. ആ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ When it says to the ആ angel, സഭയുടെ പാസ്റ്ററിന് എഴുതുകയാണ്, and ശുശ്രൂഷകൻ it is എഴുതുകയാണ്. to the pastor of the church. ഞാൻ അത് തെളിയിക്കാം. And I will like to explain that. ഹഗായിയുടെ പ്രവചന പുസ്തകം And let us go to the Haggai. 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1:13 of Haggai. അവിടെ ഇങ്ങനെയാണ് And എഴുതിയിരിക്കുന്നത്. this is what it is written. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി. And look at the angel Haggai. നോക്കിക്കേ, ഹഗായിക്ക് കൊടുത്തിരിക്കുന്ന പേര് യഹോവയുടെ ദൂതൻ. And we can see here the messenger of the Lord is given to them. മലക്കായി 2:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Malachi 2:1 we read. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. And there also it has been told as the messenger of the Lord. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. And that's what I told. ലവോദിക്കയിലുള്ള ദൂതന് കത്തെഴുതുമ്പോൾ And when it is written right to the angel to the church, ആ സഭയുടെ ശുശ്രൂഷകനാണ് ഇത് എഴുതുന്നത്. and this is to the church pastor. എന്നിട്ട് എന്താണ് എഴുതുന്നത്? What did he write there? വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. And this
it is the word of Amen, the faithful and true witness, the ruler of God's creation. നിങ്ങൾ ആ ഭാഗമെല്ലാം നോക്കണേ. When you read those ഒരു words, സഭയ്ക്ക് ഒരു ദൂത് ആദ്യം എഴുതുമ്പോൾ when a message is given to a church, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയാണ് എഴുതുന്നത്. first it is declaring and showing off Jesus who he is. നിങ്ങൾ ആ 7 സഭകൾക്കുമുള്ള ദൂത് നിങ്ങൾ You വായിക്കുമ്പോൾ have to read all the 7. അതിലെ ആദ്യ വാക്യം യേശുക്രിസ്തുവിനെ റിവീൽ ചെയ്യുകയാണ്. The first verse will always reveal the church, Christ. ഒന്നാമത്തെ സഭ ഏതാണ്? First is which church? എഫെസസ് സഭ. Ephesus. രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കണം. 2:1 we read. യേശുക്രിസ്തുവിന്റെ റെവലേഷൻ അവിടെ പറയുകയാണ്. There is the revelation of Jesus. യേശു ആരാണ്? Who is Jesus? 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച് The one who is with the 7 stars in his right hand. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. And the one who walks among the 7 gold അപ്പോൾ lampstands. അവിടെ ക്രൈസ്റ്റ് റെവലേഷൻ പങ്കുവെക്കുക. That is what will be revealed by of Christ. രണ്ടാമത്തെ സഭ ഏതാണ്? What is the second church? രണ്ടാമത്തെ സഭ സ്മിർനയാണ്. And it is Smyrna. രണ്ടാം അധ്യായം 8ാമത്തെ വാക്യം നിങ്ങൾ നോക്കണം. 8th word we can read. യേശുവിനെ കുറിച്ചുള്ള അടുത്ത വെളിപ്പാട് And this is what the revelation ഇങ്ങനെയാണ് says. പറയുന്നത്. This is how it says. മരിച്ചവനായിരുന്നു, He was dead. വീണ്ടും ജീവിക്കുകയും ചെയ്ത And he ആദ്യനും came to life again, the one, the first and the last. മൂന്നാമത്തെ സഭ പെർഗമസ്. And we can go to the Pergamum. അതിന്റെ 12ാമത്തെ വാക്യം നിങ്ങൾ Let's go to the 12th verse. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. This is the word that has been given as a revelation. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ളവൻ. That sharp, double-edged sword. നാലാമത്തെ സഭ The fourth, തുയഥൈര സഭയാണ്. and it is to the Thyatira. അവിടെ നിങ്ങൾക്ക് കാണാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. And this is what is when God Jesus been revealed. അഗ്നി ജ്വാലിക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലും. Whose eyes are like blazing fire and whose feet are like a burnished bronze. അടുത്ത സഭ സർദീസ്. And we can look into the Sardis. 3:1 ഇങ്ങനെ പറയും. 3:1 we read. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ. The one who has got the 7 spirits and the 7 stars. ആറാമത്തെ സഭ ഫിലദൽഫിയ. Oh, the 6th is a Philadelphia. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് 7ാമത്തെ The വാക്യത്തിൽ revelation of Jesus Christ 7. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ The താക്കോലുള്ളവൻ. one who is holy and true and holds the key of David. 7ാമത്തെ സഭ ലവോദിക്ക. And 7th is Laodicea. 14ാമത്തെ വാക്യം And the 14th word. വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായ ദൈവ സൃഷ്ടി ആരംഭമായ ആമേൻ. The faithful and the true witness, the one who is Amen, the ruler of God's creation. എന്താണ് ഞാൻ Not the revelations of Pastor വർഗീസ് Merrill. പാസ്റ്ററിന്റെ വെളിപ്പാടല്ല. It is not the Pastor Vergis's revelation. അബ്രഹാമിന്റെ വെളിപ്പാടല്ല. It is not for the Abraham's revelation. ദാവീദിന്റെ വെളിപ്പാടല്ല. Not David's revelation. പുതിയ നിയമ ദൈവസഭയ്ക്ക് വേണ്ടുന്നത് Oh, for the New Testament churches, sir. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടായിരിക്കണം. You require the revelation of Jesus Christ. ആമേൻ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? How many people can tell the amen for that? എക്സോട്ടസ് ചർച്ചിന് വേണ്ടുന്നത് For the exalted church, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. you need the revelation of Jesus Christ. എന്താ അതിന്റെ കാരണം? What is the reason for that? അബ്രഹാമിനെ പോലെ ആകാനല്ല നമ്മളോട് പറഞ്ഞത്. We are not been called to become like Abraham. ദാവീദിനെ പോലെ ആകാനുമല്ല പറഞ്ഞത്. And it is not to be like David. ഏലിയാവിനെ പോലെ ആകാനല്ല പറഞ്ഞത്. And it is not to be like an Elijah. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് What God wants us to be. ക്രിസ്തു സമാനതയാണ്, ക്രൈസ്റ്റ് ലൈക്നെസ് ആണ്. And it should be like Christ. യേശുവിനെ പോലെ ആകാനാണ് We പറഞ്ഞത്. have to be like the Christ. മറ്റുള്ളവരെ പോലെ ആകാനല്ല നമ്മളോട് പറഞ്ഞത്. God didn't want to ask somebody. ബെറിലിനെ പോലെ ആകാനല്ല നമ്മളോട് പറഞ്ഞത്. God didn't want it to be like Pastor Beryl. യേശുവിനെ പോലെ ആകാൻ. You have to be like Jesus. യേശുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടാൻ. You should have the characteristics of യേശുവിന്റെ Jesus. മനോഭാവം നമ്മളിൽ വെളിപ്പെടാൻ. Oh, you should have everything that Jesus ദൈവം has. നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. That's what God wants from our life. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് From God wants us to be. ക്രിസ്തു സമാനതയാണ്. We should be like Christ-like. എൻ്റെ പ്രിയരേ, From, oh my beloved, ക്രിസ്തുവിന്റെ സ്വഭാവം, oh the character of God ക്രിസ്തുവിന്റെ മനോഭാവം and His all being. നമ്മളിലില്ല എങ്കിൽ If we don't have it, നമ്മുടെ ക്രിസ്തീയ ജീവിതം വെറും പ്രഹസനമാണ്. and our Christian life is just show off. യേശുവിൽ വെളിപ്പെട്ട അനുസരണം, All the obedience that we had in Christ യേശുവിൽ Jesus, കണ്ട സ്നേഹം, and whatever we had the love in Christ, അവനിൽ വെളിപ്പെട്ട ദയ, കരുണ, and all the love and the forgiveness, വിനയം, all the humble ക്ഷമ,
and the patience ദൈവഹിതം അനുസരിച്ചുള്ള ജീവിതം, and all the life according to God's will, ഇതൊന്നും നമ്മളിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ, if that is not coming into our life, എന്റെ പ്രിയരെ, oh my beloved, വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, let me call out from the word. നമ്മുടെ ക്രിസ്തീയ ജീവിതം വെറും പ്രഹസനമാണ്. Our Christian life is just a show and a performance. ക്രിസ്തു സമാനതയില്ലാത്ത, And if we don't have a Christ-like life, ഒരുവനും പുനരുത്ഥാനം കാണത്തില്ല. and nobody can see a resurrection, ഒന്നുകൂടെ ഞാൻ പറയാം, let me call it out. ക്രിസ്തു സമാനതയില്ലാത്ത ഒരുവനും If nobody is having any life like Christ, പുനരുത്ഥാനം കാണത്തില്ല. they will not see the resurrection. ഏറ്റവും വലിയ ഗൗരവം അവിടെ കിടക്കുന്നത്. And that's where the fear factor എന്റെ is. ദൂതിലേക്ക് ഞാൻ കയറുക. Let me come into that. എന്താണ് യേശുവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ? What do you mean by Christ-like? റോമാലേഖനം 8:29 ഇങ്ങനെ വായിക്കുന്നത്. Romans chapter 8:21 we read like 29 ഇങ്ങനെ വായിക്കും. അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് സദൃശ്യരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. And we can see in Romans chapter 8 verse 29. എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? What does God wanted us to be? ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപത. We want to be conformed to the image of ഫിലിപ്പിയ Christ. ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. And for Philippians Paul writes like this. ക്രിസ്തുവേശുവിലുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. And let everything that is there in the Christ be in you. 1 യോഹന്നാൻ 2:6 ഇങ്ങനെ പറയുന്നു. 2:6 of 1 John it says. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. And the one who says that who has been in Christ he should walk exactly like what Jesus is. ഒന്നുകൂടെ ഞാൻ പറയാം. Now let me tell you. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, And the one who is in Christ and lives in abides in അവൻ Christ, നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. he should walk as he walked. ക്രിസ്തു സമാനത എന്ന് പറയുന്നത് What do you mean by Christ-like? ക്ലീൻ ഷേവ് ചെയ്തത് It കൊണ്ടാകത്തില്ല. doesn't mean that you have been clean shaved. വെള്ള ഷർട്ട് ഇട്ടത് It കൊണ്ടാകത്തില്ല. doesn't mean that you have been you wore white. പുറമെയുള്ള നമ്മുടെ എന്ത് കാണിച്ചാലും അതാകത്തില്ല. Whatever you show from the exterior doesn't happen. ക്രിസ്തു സമാനത എന്ന് പറയുന്നത് What does it mean by Christ-like? നിന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം. And it should come from your heart. ദൈവിക സ്വഭാവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, If you are not able to display the characteristics of Christ in you, നമ്മൾ എവിടെയോ ദൂരെ മാറി നിൽക്കുകയാണ്. somewhere far away you are gone. നമ്മൾ എവിടെയോ ദൂരെ മാറി നിൽക്കുകയാണ്. You are all standing somewhere ഇന്ന് far പകലിൽ away. യേശു കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. Today the Jesus is calling you. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. I'm just running. എന്നിട്ടാണ് ഇങ്ങനെ 15-ാമത്തെ വാക്യത്തിലേക്ക് കയറുന്നത്. And let us go to the 15th verses of അവിടെ that. എന്നിട്ട് പറയുകയാണ്, And this is what it says. ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. I know your deeds. നീ ഉഷ്ണവാനുമല്ല, You are neither cold നീ ശീതവാനുമല്ല. nor you are hot. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. If it is either of those, it was okay. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉണ്ണ കളയും. Because you're neither hot or nor cold, because you're like a lukewarm, I'm about to spit you out of my mouth. എത്രയോ ഗൗരവമായ വചനം. How important and very, very known verses നമ്മളെ are this. ഭയപ്പെടുത്തേണ്ട വചനം. This is the verse that we should be fearful. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? What is the importance of this word? നമുക്കറിയാം, ഈ ലവോദിക്ക ആ ഒരു ഭൂമിശാസ്ത്രം പഠിച്ചാൽ, And when you read about the geography of Laodicea, ഈ ലവോദിക്കയിൽ ഒരു വാട്ടർ ബോഡി ഇല്ല. and there is no water body in this Laodicea. അപ്പം ഈ ദേശത്ത് വെള്ളം വരണമെങ്കിൽ And if the water has to come to this land, ഒന്നെങ്കിൽ കൊലോസിയിൽ നിന്ന് വരണം, and the water has to come from the Colosseum, അല്ലെങ്കിൽ മുകളിലുള്ള ഹീറോപോലിസിൽ നിന്ന് വരണം. or from the Hierapolis, it should come down. അപ്പം ഇവരുടെ ഇതിനകത്ത് വാട്ടർ ബോഡി ഇല്ല. And there is no water അതുകൊണ്ട് അവർ in this. ചെയ്യുന്നത് ഒരു ഡാം പണിതിട്ട് And because now there is a dam there. കൊലോസിയിൽ നിന്നുള്ള വെള്ളവും ഹീറോപോലിസിൽ നിന്നുള്ള വെള്ളവും അവർ വരുത്തുകയാണ്. From Colossia and Hierapolis, the water comes into the dam. കൊലോസിയിലെ വെള്ളം ഭയങ്കര തണുത്തതാണ്. And we can say if the water of the Colossia is cold, എന്നാൽ ഹീറോപോലിസിലെ വെള്ളം ചൂട് വെള്ളമാണ്. and we get from Hierapolis, it is more hot. അപ്പം ഈ രണ്ട് വെള്ളം കൂടെ വന്ന് ചേരുമ്പോൾ ഒരു വാട്ടപ്പരിവമാവും. And when it comes together, it just becomes like a lukewarm. ആരെങ്കിലും വാട്ടവെള്ളം കുടിച്ചവരുണ്ടോ? And is there anybody who has drank the lukewarm water? അപ്പൊ ഇങ്ങനെ ഒരു സഭ ലൂക്ക്വാം ചർച്ച്, And this is the church that has a lukewarm church. ഇങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ മുൻപിലുണ്ട്. And geographically, this is the context. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ച് ഇത് അവർക്ക് അറിയാം.
And the people know about it. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ദൂത് എഴുതുകയാണ്. And from this context, this message has been written. എൻ്റെ പ്രിയരെ, നിങ്ങൾ ശീതവാനായിരുന്നെങ്കിൽ നല്ലതായി. It is okay that you are cold. നിങ്ങൾ ഉഷ്ണവാനായിരുന്നെങ്കിൽ It നല്ലത്. was okay that you are hot enough. എന്നാൽ നീ ശീതോഷ്ണവാനാകയാൽ But because you're neither cold neither warm, you എൻ്റെ are lukewarm. വായിൽ നിന്ന് ഞാൻ നിന്നെ ഉമിണ്ണുകളയും. And I will spit you out from my mouth. ഉമിണ്ണുകളയും എന്ന വാക്ക് What do you mean by the spit it out? ഗ്രീക്ക് വേർഡ് നിങ്ങൾ If പഠിക്കും. you go look into the Greek word, വൊമിറ്റ് ചെയ്ത് കളയുമെന്നാണ് പറയുന്നത്. that means that I will vomit you out. തുപ്പിക്കളയുമെന്നല്ല പറയുന്നത്. It is not in the real root, it is not spitting. ഞാൻ ഛർദ്ദിച്ച് കളയും. It means that really that I will vomit you out. അതുകൊണ്ട് തന്നെ ഈ വേർഡ് നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. Therefore, you should have very clear understanding and importance in your life. എന്താണ് ഈ ശീതവാൻ എന്ന് പറഞ്ഞത്? What do you mean by this become being cold? അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത്, And the word towards that in the Greek is എഴുതുന്നവർക്ക് എഴുതാം സെസ്റ്റോസ് എന്ന പദമാണ്. Sestos is the name towards the cold. സെസ്റ്റോസ് എന്ന് പറഞ്ഞാൽ Sestos meaning തീവ്രതയുള്ളവൻ, and the one who is very, very regressive, എരിവുള്ളവൻ, and the one who is regressive, ഭയങ്കര ഉത്സാഹമുള്ളവൻ, and the one who is very much is having a positive attitude. സീലുള്ളവൻ. Yeah. അപ്പം ആത്മീയ വിഷയത്തിൽ And in the spirituality, എരിവുള്ളവൻ, the one who has got a zeal, ഉത്സാഹമുള്ളവൻ, the one who has got a greater zeal, സീലുള്ളവൻ. yeah, the one who has a zeal in it. അപ്പം ഉഷ്ണവാൻ എന്ന് പറയുന്നത് അവനാണ്. And this is the cold or a hot. ശീതവാൻ എന്ന് പറഞ്ഞാൽ The cold means, അതിന്റെ ഗ്രീക്ക് വേർഡ് and the Greek is, അതിങ്ങനെയാണ്, സുക്രോസ് എന്ന പദമാണ്. സുക്രോസ്, sucrose is the name. സുക്രോസ് എന്ന് പറഞ്ഞാൽ The meaning of sucrose അത് is, ഇതാണ്, ഉദാസീനത. and the one is laziness. സോറി, എന്താ പറയാ, നിരുത്സാഹമുള്ളവൻ, And the one who doesn't have a positive character or doesn't lazy indeed. എല്ലാത്തിനോടും തണുത്ത മനോഭാവം. And he has always a cold being towards everything. ആത്മീയ വിഷയത്തിൽ പിന്മാറ്റമുള്ള. And towards the spirituality, he's backslidden. അപ്പം ഇതാണ് ശീതവാൻ. And this is what the coldness is. ആരാണ് ഉഷ്ണവാൻ? And who is the hot? ആത്മാവിൽ എരിവുള്ളവൻ, The one who is really zeal. ആത്മാവിൽ The തീവ്രതയുള്ളവൻ, one who is really in a positive കർത്താവിന് attitude. വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം. And he's the one who wants really to do something for the Lord. ആരാണ് ശീതവാൻ? And who is the one who is in cold? ഒരു ഉത്സാഹമില്ല, And there is a ഒരു laziness. തണുത്ത And മനോഭാവമുള്ള, he's having a cold nature. ഒരു പിന്മാറ്റക്കാരൻ. Oh, and like a backslidden. ഇവിടെ പറയുന്ന പദം നിങ്ങൾ നോക്കുക. Can you read these നീ verses? ശീതോഷ്ണവാനാണ്. And you are now neither the cold, but you are like a അതിന്റെ lukewarm. ഗ്രീക്ക് വേർഡ് ക്ലിയാറോസ് എന്ന പദമാണ്. Kleros is the name towards the lukewarm. അതിന്റെ അർത്ഥം ഉദാസീനത, And it means that you are lazy. നിസ്സംഗത, And it is a lazy now. ഒന്നിനും ഉത്സാഹമില്ല. And there is no zeal at all. എന്താണ് അതിന്റെ അർത്ഥം? What do you mean by that? ഞാൻ തെളിയിക്കാം. I'm going to tell you. ദൈവസഭയിൽ ഒരു മീറ്റിംഗ് നടക്കുക. And there is a meeting in the church. എനിക്കെങ്ങും സഭയിൽ വരാൻ സമയമില്ല. I don't have any time to come to the church. നിങ്ങൾ വേണമെങ്കിൽ പോയി പ്രാർത്ഥിച്ചോണം. You can go and pray. സഭയിൽ ഒരു പുതിയ പാസ്റ്റർ വരുന്നു, And there is a new pastor coming in. വരണേ, മീറ്റിങ്ങിന് വരണേ. You have to come. Okay, please come. നമ്മൾ മെസ്സേജ് ഇടുക. Now we are putting message. മെസ്സേജ് മൊബൈലിൽ കണ്ടു. And they saw the message. എനിക്കിതിനെങ്ങും സമയമില്ല. And I don't have a time for it. സമയം ഉണ്ടായിട്ടും They have time. സമയമില്ലെന്ന് പറയുന്നവരെ And the people who says they don't have time. വിളിക്കുന്ന പേരാണ് ശീതോഷ്ണവാൻ. And that's the name given to them, being cold. പാസ്റ്ററിനെ കാണിക്കാൻ ആകരുത് സഭയിൽ വരുന്നത്. You should not come to the church to show pastor. സഭയിൽ വന്ന് മൊബൈൽ ഫോൺ കളിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ശീതോഷ്ണവാൻ. Those people who come and play the mobile in the church is called the cold ones. കേൾക്കുന്നുണ്ടോ? Are you listening? കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. Those who have ears, let them hear. നിങ്ങൾ ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ഭയക്കണം. You should be fearful of God and His presence. ഈ വചനം ദൈവം എനിക്ക് തന്നു. When God gave me this word, ഞാൻ ഭയപ്പെട്ടു. I was in fear. ദൈവത്തെ ഭയപ്പെടണം. You have to be fearful. പാസ്റ്ററിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. Don't be fearful of pastor. പാസ്റ്റർ പറയുന്നത് നിങ്ങൾ മുഖവിലക്കെടുക്കണം. Don't even take it my word at all. ദൈവത്തെ ഭയപ്പെടണം. Start fearing God. കർത്താവ് പറയുകയാണ്, God is telling, ഞാൻ വോമിറ്റ് ചെയ്തു. I will vomit you out. എന്നിട്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. Let us come to the 19th verse. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു വാക്യം. And this is the word that made me really joyful. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കും. Those who I love, I rebuke.
and discipline. ദൈവത്തിന്റെ ശാസനയുടെ പ്രത്യേകത കണ്ടോ? Can you just imagine the rebuke, what God does? ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ആ ഒരു ക്രോധം നിങ്ങൾ കാണുന്നുണ്ട്. In one places I can see the anger of God. മറുഭാഗത്ത് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ കാണുന്നു. And this other part I can see the love of God. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുന്നു. To the loving I will rebuke. എന്താ അതിന്റെ അർത്ഥം? What does it mean? നമ്മൾ ഇപ്പോഴും ദൈവത്തിന്റെ പ്രിയത്തിനകത്താണ്. We should be we are under the grace of God. ദൈവം ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Even now God is looking at you. അവന്റെ ചിറക് ഇപ്പോഴും നിനക്ക് വേണ്ടി വിടർത്തിയിരിക്കുകയാണ്. His wings are wide open for you. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. In Matthew there is a word like this. യെരൂശലേമേ യെരൂശലേമേ, O Jerusalem, O Jerusalem. മത്തായി സുവിശേഷം 23:37. It's 23:37 of Matthew. യെരൂശലേമേ യെരൂശലേമേ, O Jerusalem, O Jerusalem. പ്രവാചകന്മാരെ കൊല്ലുകയും Oh, you have killed the prophets. നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. Oh, the one of the daughters who killed and stoned the ones who came near to you. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ, as a hen spreads her wings and gathers her children. നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. How often would I have thought about to gather the words? ജീവിതകാലം മുഴുവൻ And all the life. ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ നിൽക്കുമെന്ന് ആരും വിചാരിക്കരുത്. And you should never think that your love, the God's love will be like this. ഒന്നുകൂടെ ഞാൻ പറയാം. And let me tell you one more time. ജീവിതകാലം മുഴുവൻ All the words of life. ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. Never think that God's love will stay strong. ദൈവം ഇപ്പോൾ ചിറക് വിടർത്തി നിൽക്കുകയാണ്. Now God has spreaded his wings. ആ ചിറകിനകത്തേക്ക് നിനക്ക് ഓടിച്ചല്ല. You can run away into the wings of the God. നിനക്കൊന്ന് മടങ്ങി വരാൻ. And you can come back. ഇപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. And the God's love is calling you. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, And that's what it is told. യെരൂശലേമേ, O Jerusalem. പ്രവാചകന്മാരെ നീ കൊന്നു. Oh, you have killed the prophet. നിന്റെ അടുക്കൽ അവരെ നീ കല്ലെറിഞ്ഞു. And when I send you, you killed them, you stoned them. എങ്കിലും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളാൻ എനിക്ക് മനസ്സായിരുന്നു. I would like to gather as a hen gathers her children. I would എന്നാൽ like to. നിനക്ക് മനസ്സായില്ല. But you didn't have the heart. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, And this is what being മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. always I will not get into the every time talking to the ഈ humans. ദൈവത്തിന്റെ സ്നേഹം നിന്നു പോകുന്ന സമയം വരും കേട്ടോ. There is a time when this love of God will stop. ദൈവം കണ്ണടയ്ക്കുന്ന സമയം There വരും. will be a time when God will close his എന്നും eyes. ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കരുത്. Never think that you can just go like There this. will be a time where he will put a full stop. There will be a time when he will just put a break to അന്ന് it. പാസ്റ്റർ ഹെൽപ്ലെസ് ആണ്. And that time the pastor is helpless. അന്ന് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഹെൽപ്ലെസ് ആണ്. At that time the friends with you will അന്ന് be നിങ്ങളുടെ helpless. പണം ഹെൽപ്ലെസ് ആണ്. That time your richness, wealth will be helpless. ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു സമയത്തിന് മുമ്പേ There, before he pulls a full stop, അവന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാ. let us all come to his love. അവന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാ. Let us come to his love. ഇന്ന് പകലിൽ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. Today the God Spirit is calling you the knowledge. അവന് പ്രിയനായവനെ Oh my beloved, അവൻ ശാസിക്കുകയാണ്. I will rebuke. ദൈവം അതിനു മുമ്പ് അവസരങ്ങളെ കൊടുക്കും. God will give you many chances before that. അഭിഷക്തന്മാരുടെ നാവിൽ ദൂതുകളെ കൊടുക്കും. And God will give the verses to the tongue. നിന്റെ നേരെ വിരൽ ചൂണ്ടി ദൂത് പറയും. And he will call you out by pointing finger at you. ദൈവത്തിന്റെ വ്യക്തമായ എൻകൗണ്ടേഴ്സ് നിനക്കുണ്ടാകും. And you will get encounters in your life. സ്പഷ്ടമായ പ്രവചന ശബ്ദങ്ങൾ നിന്റെ കാതിൽ And you വന്നിരിക്കും. will hear the prophecy. എന്നാൽ തല്ലിക്കൊന്നാലും നന്നാകത്തില്ലെന്ന് വിചാരിച്ചാൽ And if you think that even if I will beat you up like anything, still I will not. there will be a day where he will put a full stop. And there will be a day where he will break you off. അതിനു മുമ്പേ മടങ്ങി വാ. Before that, let us come. അതിനു മുമ്പേ മടങ്ങി വാ. Let us come back before that. നമുക്കറിയാം ഇസബേൽ എന്ന സ്ത്രീയെ. There was a woman called Isabel. അവൾക്ക് പോലും മടങ്ങി വരാൻ ദൈവം അവസരം കൊടുത്തു. God gave an opportunity for her to come back. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക. 21 of Revelations when we read. അവിടെ നമ്മൾ കാണുന്നുണ്ട്. This is what we read. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. I have given her time to repent of her immorality,
but she was unwilling. 20ാമത്തെ വാക്യം നിങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, And when you read the 20th together, it is says, ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. I have an against you, you tolerate that woman Jezebel. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, I gave her a time to repent, എന്നാൽ തിരിച്ചു വരാൻ അവൾക്ക് but മനസ്സായി. she was unwilling to do it. ഇന്ന് പകലിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, Let me call it out one more time. എല്ലാവർക്കും ദൈവം സമയം തരും. God will give you time for every. എല്ലാവർക്കും ദൈവം ചാൻസുകൾ തരും. God will give you chance for every. എല്ലാവർക്കും ദൈവം അതിനുള്ള സ്പേസ് തരും. And God will give you your own space. ആ ടൈം, ആ സ്പേസ് തക്കത്തിൽ വിനിയോഗിക്കുക. And in that space and that time, you have to use it. മാനസാന്തരപ്പെടുക, Repent. യഥാസ്ഥാനപ്പെടുക, Oh, come back to Him. ആ ദൈവത്തിന്റെ പ്രിയത്തിലേക്ക് തിരിഞ്ഞു വരിക. Come back to being beloved of His. ഇന്ന് പകലിൽ ആ ദൂതിന്റെ മുൻപിൽ നിങ്ങളെ സമർപ്പിക്കുക. Let us all surrender before that particular word. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ദൂത് പറഞ്ഞു, I have told you what the Holy Spirit spoke to me. ഇന്ന് പകലിൽ നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. Now God loves you very much. അതുകൊണ്ടാണ് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നത്. That's the reason I am sending you this message to you. നിനക്ക് പ്രിയനായവനെ അവന് പ്രിയനായവനെ അവൻ ശാസിക്കുന്നു. And to the beloved, He repents.